നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധം അത് നമ്മളെയൊക്കെ ശരിക്കും ബാധിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ഇന്നലെ അമേരിക്ക ഇന്ത്യൻ നാവികരുള്ള ഒരു കപ്പലിന് നേരെ ആക്രമണം നടത്തി. 24 നാവികർ ആ കപ്പലിൽ ഉണ്ടായിരുന്നു. ആ കപ്പലിന് തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നാവികരെ പിന്നീട് രക്ഷപ്പെടുത്തി. ഹോർമൂസിൽ ഇന്നും ഒരു ഇന്ത്യൻ കപ്പലിന് നേരെ അല്ലെങ്കിൽ ഇന്ത്യൻ നാവികരുള്ള കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായി. 3 നാവികർ കൊല്ലപ്പെട്ടു. ബാക്കിയുള്ള ആളുകളെ രക്ഷപ്പെടുത്തിയോ എന്താണ് ഏറ്റവും അവസാനം പുറത്തു വന്ന വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഇന്നലത്തെ ആക്രമണത്തിന് പുറകിൽ അമേരിക്കയായിരുന്നു എന്ന കാര്യം വ്യക്തമായിരുന്നു. എന്തായാലും ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഒരു ഭാഗത്ത് നമ്മുടെ ഭാരതീയരെ, ഇന്ത്യക്കാരെ ഏതെങ്കിലും രീതിയിലൊക്കെ കിട്ടിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അവരെ ഇല്ലാതാക്കാൻ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഒക്കെ ശ്രമിക്കുമ്പോൾ നേരത്തെയും പല അനുഭവങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. ഇസ്രായേലിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഇസ്രായേലിലെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് മറ്റു ഭാഗങ്ങളിലുള്ള ഇന്ത്യക്കാർക്കെതിരെ പല പ്രശ്നങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും കൈപ്പേറിയ അനുഭവങ്ങൾ നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊക്കെയുള്ള അനുഭവങ്ങൾ ഈ 2 തെമ്മാടി രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകുമ്പോൾ പ്രജകൾക്കെതിരെ, നരേന്ദ്രമോദിജിയുടെ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ, പ്രജകൾക്കെതിരെ അത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ചില നീക്കങ്ങൾ ഈ 2 രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ ഈ 2 രാജ്യത്തെ ഭരണകൂട തലവന്മാർക്ക്, ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് നരേന്ദ്രമോദിജി ഏറെ പ്രിയപ്പെട്ടവനാണ് എന്നുള്ളതാണ്. തിരിച്ച് മോദിജിക്കും അങ്ങനെ തന്നെയാണ്. മോദിജി ലോകം ചുറ്റാനിറങ്ങുന്നു, ഇവരുമൊക്കെയായി അടുത്ത ബന്ധം പുലർത്തുന്നു, ഇവരുമായി കെട്ടിപ്പിടിച്ചു നിന്നുകൊണ്ട് ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നു. അതിലൊക്കെ നരേന്ദ്രമോദിജി സുഖം കാണുന്നുണ്ട്. അതുപോലെ തന്നെ മിത്രങ്ങളും അവർക്കും വലിയ സുഖം ഇത്തരത്തിലുള്ള ഈ ഏർപ്പാടുകളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ട് FBയിലൊക്കെ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ട്രംപും നരേന്ദ്രമോദിയെ ഇവിടെ അഭിനന്ദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നരേന്ദ്രമോദിജി അതിലൊക്കെ വലിയ സുഖം കാണുന്ന ആളാണ്. മിത്രങ്ങൾക്കും വലിയ സുഖമുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടായിരിക്കാം മിത്രങ്ങൾ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോലും അവർ തയ്യാറായ ഒരു സാഹചര്യം നമ്മളൊക്കെ കണ്ടതാണ്. ഇപ്പോൾ നരേന്ദ്രമോദിജിയെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായി മിത്രങ്ങളൊക്കെ ഈ നെതന്യാഹുവിന്റെ പോസ്റ്റിനടിയിൽ ഏറ്റവും കൂടുതൽ കമന്റുകളും ലൈക്കുകളും ഒക്കെ രേഖപ്പെടുത്തുന്നത് അവരാണ്. നെതന്യാഹു തന്നെ നേരത്തെ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ പിൻപറ്റുന്ന ആളുകൾ, ഫോളോ ചെയ്യുന്ന ആളുകൾ ഇന്ത്യക്കാരാണ്. അവർക്ക് എന്നോട് ഭ്രാന്തമായിട്ടുള്ള ഒരു സ്നേഹം തന്നെ ഉണ്ട് എന്നാണ് ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ അവകാശപ്പെട്ടത്. എന്തായാലും എനിക്ക് മിത്രങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇറങ്ങാൻ സമയമായി എന്നുള്ളതാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഭ്രാന്തമായി ഇഷ്ടപ്പെടുന്ന നെതന്യാഹുവിന്റെ ഭരണകൂടം അല്ലെങ്കിൽ ആ രാജ്യം വലിയ പ്രതിസന്ധിയിലാണ്. നിങ്ങൾ എന്തായാലും ഇറങ്ങാൻ സമയമായി. നിങ്ങൾ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാനൊക്കെ തയ്യാറായിട്ടുള്ള ആളുകളാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. 8 ദശക ശാപം എന്ന് പറയുന്ന ഒരു ശാപത്തെ ഇസ്രായേലികൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അതായത് ചരിത്രത്തിൽ ഒരു ജൂതരാജ്യവും 80 വർഷം പിന്നിട്ടിട്ടില്ല. അതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ 8 ദശക ശാപം എന്നുള്ളതിനെ ഇസ്രായേലികൾ, ജൂതന്മാർ വല്ലാതെ ഭയപ്പെടുന്നു. 1948 നിലവിലുള്ള ഈ ജൂതരാജ്യം സ്ഥാപിതമായത്. കൃത്യമായി പറഞ്ഞാൽ 2028 എത്തുമ്പോൾ 80 വർഷം പൂർത്തിയാവുകയാണ്. ഈ 80 വർഷം കടന്നു പോകുമോ എന്നുള്ള ഒരു സംശയം, ഒരു ഭയം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും അതുപോലെ തന്നെ മറ്റ് ജൂത വിഭാഗങ്ങളുടെയും ഒക്കെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മിത്രങ്ങളുടെ ഒരു സഹായം ബെഞ്ചമിൻ നെതന്യാഹുവിനും അതുപോലെ തന്നെ ജൂതരാജ്യത്തിനുമൊക്കെ അത്യാവശ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മിത്രങ്ങൾ കയ്യിലുള്ള ആ കുറുവടിയും അതുപോലെ തന്നെ കാക്കി ട്രൗസറും ഒക്കെ ഇട്ട് ഇറങ്ങാൻ തയ്യാറാകണം എന്നതാണ് എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ലബനോനിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണം അത് ഇസ്രായേലിനെ കാര്യമായ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഖൈബർ ഷക്കാൻ മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇസ്രായേലിനകത്തേക്ക് ആക്രമണങ്ങൾ നടത്തിയത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ അഹങ്കാരമായിരുന്ന F-35 യുദ്ധവിമാനങ്ങൾക്ക് വ്യാപകമായി കേടുപാടുകൾ സംഭവിച്ചു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. F-35 യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചിട്ടുള്ള നെവാറ്റിം എയർബേസിലേക്കാണ് ഇവിടെ പ്രധാനമായും ഇറാന്റെ ആക്രമണം ഉണ്ടായത്. വേറെയും 2 വ്യോമതാവളങ്ങളിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ആക്രമണങ്ങളിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായി. പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി.
ഇസ്രായേലിനെ കൊണ്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ട്രംപ് തൊട്ടടുത്ത ദിവസം ഇവിടെ ഇറാനിലേക്ക് ആക്രമണം നടത്തി. ഇറാനിലേക്ക് ട്രംപ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് 2 ജലസംഭരണികൾ പൂർണ്ണമായും തകർന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നേരത്തെ ചില പ്രദേശങ്ങളിൽ ജലക്ഷാമം അനുഭവപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ആ ക്ഷാമം നഗരങ്ങളിലേക്ക് കൂടെ വ്യാപിക്കുകയാണ്. കടുത്ത വരൾച്ചയിലേക്ക് ഇറാൻ പോകുന്നു എന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇറാനും ഇറങ്ങി എന്നുള്ളതാണ്. അമേരിക്കയുടെ ആക്രമണം ഉണ്ടായപ്പോൾ പേടിച്ച് മാളത്തിലൊളിക്കാനൊന്നും ഇറാൻ തയ്യാറായില്ല. ജോർദാനിലേക്കും ബഹ്റൈനിലേക്കും കുവൈത്തിലേക്കും ഒക്കെ നല്ല ശക്തമായ രീതിയിലുള്ള ആക്രമണം തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി. ജോർദാനിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തെ തുടർന്ന് നിരവധി F-35 യുദ്ധവിമാനങ്ങൾ നശിച്ചുപോയി എന്ന ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എത്രമാത്രം സത്യമാണ് അല്ലെങ്കിൽ എത്രമാത്രം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരങ്ങളൊന്നും കൃത്യമായി നമുക്കറിയാൻ കഴിയുന്നില്ല. അമേരിക്ക ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട അവരുടെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്നാൽ IRGCയുടെ അവകാശവാദം അമേരിക്കക്ക് ഞങ്ങൾ കണക്കിന് കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഹോർമൂസിൽ പിടിമുറുക്കിയിരിക്കുകയാണ് ഇറാൻ. യുദ്ധം രണ്ടാമതും തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ അമേരിക്ക വെടിനിർത്തൽ കരാറിൽ ലംഘനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഹോർമൂസ് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. നേരത്തെ ഹോർമൂസ് അടച്ച സമയത്ത് നമ്മളെയൊക്കെ വല്ലാതെ ബാധിച്ചിരുന്നു ഹോർമൂസിലെ പ്രശ്നങ്ങൾ. ആ സമയത്ത് മിത്രങ്ങളൊക്കെ പറഞ്ഞിരുന്നത് 56 ഇഞ്ച് കാണിച്ചെന്ന് നിന്നാൽ ഹോർമൂസ് ഒക്കെ തന്നെ തുറക്കും എന്നായിരുന്നു. എന്തായാലും ഹോർമൂസിലാണ് ഇപ്പോൾ നമ്മുടെ നാവികരൊക്കെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പെട്രോൾ അതുപോലെ തന്നെ ഡീസൽ, പാചകവാതകം ഇതിന്റെയൊക്കെ ക്ഷാമം നമ്മൾ അനുഭവിച്ചതാണ്. ഇപ്പോഴും നമ്മൾ അതിൽ നിന്ന് കരകയറിയിട്ടില്ല. ദേശീയപാതയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നിരവധി ഹോട്ടലുകൾ അടച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പാചകവാതകത്തിന്, വാണിജ്യ സിലിണ്ടറിനൊക്കെ വില കൂട്ടിയിട്ടുണ്ട്. കൂട്ടിയ വില കൊടുത്തും വാങ്ങാം എന്ന് ചില ഹോട്ടലുകൾ പറയുന്നു, പക്ഷെ കിട്ടാനില്ല. സബ്സിഡി നിരക്കിൽ കിട്ടുന്ന സിലിണ്ടറുകൾ വർഷത്തിൽ 4 സിലിണ്ടറായി വെട്ടിച്ചുരുക്കി. കൂടുതൽ സിലിണ്ടർ വേണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ ബ്ലാക്കിൽ വാങ്ങിക്കണം, അല്ലെങ്കിൽ കൂടുതൽ തുക കൊടുത്ത് വാങ്ങേണ്ട ഒരു സാഹചര്യമാണ്. പെട്രോളും ഡീസലും നമ്മളെ കാര്യമായ രീതിയിൽ ബാധിച്ചിട്ടില്ലെങ്കിലും ബാധിക്കാവുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നു. പിന്നീട് നമ്മളെ അത് ബാധിച്ചില്ല. എന്നാൽ വരും ദിവസങ്ങളിൽ കടുത്ത ക്ഷാമം, ഈ പെട്രോളും ഡീസലും ഒക്കെ നമുക്ക് കിട്ടാത്ത ഒരു സാഹചര്യം കൂടെ ഉണ്ടാകാൻ പോകുന്നു. നേരത്തെ നമ്മളൊക്കെ കടന്നു പോകുന്നത് പോലെ അത്ര സുഖകരമായി അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിയാലും കടന്നു പോരാം എന്ന ഒരു അവസ്ഥ ഹോർമൂസിൽ ഇപ്പോഴില്ല. ഇറാൻ ഹോർമൂസിൽ പിടിമുറുക്കിയിരിക്കുന്നു. അമേരിക്കയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ കപ്പലിന് നേരെ ആക്രമണം നടത്തിയത്. എന്തായാലും വരും ദിവസങ്ങളിൽ സാഹചര്യം രൂക്ഷമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഹോർമൂസ് വഴി കടന്നു പോരുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏതായാലും മിത്രങ്ങൾ ഇസ്രായേലിന് വേണ്ടി ഇറങ്ങാനുള്ള സമയമായിരിക്കുന്നു. 2028 ഇങ്ങ് എത്താറായി, 2026 പകുതിയായി. ഇനി 1 വർഷം കൂടെ ഉള്ളൂ. അതിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അതുകൊണ്ട് മിത്രങ്ങൾ എത്രയും പെട്ടെന്ന് ഇസ്രായേലിന് വേണ്ടി രംഗത്ത് ഇറങ്ങണം. അതുപോലെ തന്നെ മിത്രങ്ങളുടെ നേതാവിനെ പരമാവധി മിത്രങ്ങളെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി മിത്രങ്ങളുടെ നേതാവിനെ ചേർത്ത് പിടിച്ചും അഭിനന്ദിച്ചും ഒക്കെ ട്രംപും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും ഒക്കെ രംഗത്തെത്തുന്നുണ്ട്. മാത്രമല്ല മുംബൈയിലെ ഇസ്രായേൽ കോൺസുലേറ്റിന് മുന്നിൽ ശിവജിയുടെ പ്രതിമ സ്ഥാപിക്കും എന്നൊക്കെയുള്ള ഒരു പ്രഖ്യാപനം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മിത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ മതി, അത് തന്നെ ധാരാളമാണ്. പ്രതിമ പണിയുക, പട്ടിണിയും ദാരിദ്ര്യവും ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ കൊടുത്താൽ ആ വാഗ്ദാനങ്ങൾക്കുമേൽ വീഴുന്ന ഒരു വിഭാഗമാണ് മിത്രങ്ങൾ. അതുകൊണ്ടാണ് കാക്കി ട്രൗസറും കുറുവടിയും ഒക്കെ എടുത്ത് യുദ്ധത്തിന് ഒരു സമയത്ത് ഇറങ്ങി പുറപ്പെട്ടത്. എന്തായാലും മിത്രങ്ങൾക്ക് ഇറങ്ങാൻ സമയമായി എന്ന് മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്.